പുതിയ ചെടി കൊണ്ടുവന്നതാണ് കേട്ടോ. ശരിക്കും ഈ പൂ മുറിക്കാനായിട്ട് നല്ല വിഷമം തോന്നി. പക്ഷേ അവർ പ്രത്യേകം പറഞ്ഞു ഈ ചെടികളിലെ പൂവും മൊട്ടും ഇപ്പോൾ ഉള്ളത് ഫുള്ള് പ്രൂൺ ചെയ്യണം, എന്നിട്ട് വേണം നടാൻ വേണ്ടിയിട്ടൊന്ന്. പക്ഷേ നട്ടപ്പോൾ ഉള്ള ഭംഗി കാരണം 1-2 ദിവസം ഞാനത് അങ്ങനെ തന്നെ നിർത്തി. ഇനിയിപ്പോൾ കട്ട് ചെയ്യാമെന്ന് കരുതി. ചിലതൊക്കെ വാടി കരിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്യുന്ന പൂക്കൾ അതിൻ്റെ തന്നെ ചോട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ടൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ശരിക്കും ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല വിഷമം തോന്നും. പക്ഷേ ചെയ്തു. ഇനിയിപ്പോൾ റിസൾട്ട് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോഴല്ല, ഇത് പുതിയ മുളകൾ വന്നതിന് ശേഷം. അങ്ങനെതായ എല്ലാ പൂവിൻ്റെയും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും വാങ്ങിച്ചപ്പോൾ നല്ല റെഡായിരുന്നു. പക്ഷെ ക്യാമറയിൽ അത്രയും ഇതായിട്ട് കാണുന്നില്ല. റെഡല്ല, ഒരു ബ്രിക്ക് റെഡ്. ഈ പൂക്കളെല്ലാം അതിൻ്റെ തന്നെ ചുവട്ടിലേക്ക് പെറുക്കിയിട്ടു. കൂടാതെ ഒരു വളം കൂടി ഞാൻ ഇടുന്നുണ്ട്. അതെന്താണെന്നോ, ശീമക്കൊന്നയുടെ ഇല പറിച്ച് ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ 2 ഇലകൾ വീതം മടക്കി വെച്ച് കൊടുത്താൽ മതി. നല്ല പൂവും ഉണ്ടാകും, ചെടിയും നന്നായി വളരും. ഇത് അമ്മ പറഞ്ഞു തന്ന വിദ്യയാണ് കേട്ടോ. പക്ഷേ സംഭവം വർക്കാം. അങ്ങനെതാ ശീമക്കൊന്നയുടെ ഇല എല്ലാ ചെടികളുടെയും ചുവട്ടിൽ മടക്കി വളച്ച് വെച്ച് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ അപ്ഡേറ്റ് പറയാം കേട്ടോ. താങ്ക് യു.